ഹലോ എല്ലാവർക്കും നമസ്കാരം. പടക്കളം എന്ന് പറയുന്ന ചിത്രം അപ്പോൾ ഒ ടി ടിയിൽ റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒ ടി ടിയിൽ റിലീസായതിനു ശേഷമാണ് നമുക്ക് അവരുടെ ഒരു ടോട്ടൽ കളക്ഷൻ അല്ലെങ്കിൽ റവന്യൂവിൻ്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പടക്കളം ഒരു 10 ദിവസമോ 15 ദിവസമോ കഴിഞ്ഞപ്പോൾ തന്നെ വിജയ് ബാബു അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ലാഭത്തിലായി എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. നമ്മളുടെ കുറേ അസംഷൻസും മാർക്കറ്റ് സ്റ്റാൻഡേർഡും വെച്ചിട്ടാണ് നമ്മൾ ഈ കണക്കുകൾ പറയുന്നത്. 100% ശരിയാവണമെന്നില്ല. പക്ഷെ നിങ്ങൾ കേട്ടിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ. പ്രിൻസിനെ കുറേ കിട്ടിയായിരുന്നു. ഓക്കെ, അത് നോക്കാം. അതിന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. പിന്നെ ഇപ്പോൾ പടക്കളത്തിലേക്ക് പോവാം. ഞാൻ കുറച്ചിവിടെ നോക്കുന്നുണ്ട്, കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയണമല്ലോ. അപ്പോൾ പടക്കളത്തിൻ്റെ ആദ്യത്തെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ ഷറഫുദ്ദീൻ ഇവർ രണ്ടുപേരാണ് ലീഡ് റോളിൽ വന്നിട്ടുള്ളത് കേട്ടോ. ലീഡ് ആക്ട്രസ് എന്ന് പറയുന്നത് നിരഞ്ജന അനൂപും പൂജ മോഹൻരാജുമാണ് വന്നിട്ടുള്ളത്. അതേപോലെ സപ്പോർട്ടിംഗ് ആക്ടേഴ്സായിട്ട് സന്ദീപ് പ്രദീപ്, സഫൂബി, അരുൺ പ്രദീപ്, പിന്നെ അരുൺ അജിത് കുമാർ, ഇഷാൻ ഷൗക്കത്ത് ഇവരൊക്കെ വന്നിട്ടുണ്ട്. ഡയറക്ടർ എന്ന് പറയുന്നത് മനു സ്വരാജാണ്. റൈറ്റേഴ്സ് മനു സ്വരാജും അതുപോലെ തന്നെ നിതിൻ സി ബാബു. ഓക്കെ, നിതിൻ സി ബാബും ഇവരും ആണ് അതിൻ്റെ റൈറ്റേഴ്സ് ഉള്ളത്. പ്രൊഡ്യൂസേഴ്സ് നമുക്കറിയാം വിജയ് ബാബു, കാർത്തിക് ഗൗഡ, യോഗി ജയരാജ്, വിജയ് സുബ്രഹ്മണ്യം എന്നിവരുള്ള അവരുടെ ഒരു കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഫ്രൈഡേ ഫിലിം ഹൗസ്. ഓക്കെ, സിനിമോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞത് അനു മൂത്തേടത്താണ്. മ്യൂസിക് ഡയറക്ടർ രാജേഷ് മുരുകേശ്വരൻ, എഡിറ്റർ നിതിൻ രാജ് ആരോൾ എന്നിവരാണ്. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് കേട്ടോ ഇനി നോക്കാൻ പോകുന്നത്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് എന്നുള്ളത്. അപ്പോൾ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പണി മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഞാനത് തിരുത്താണ്. റെമ്യൂണറേഷൻ ആണ് അത്. ക്രൂസിൻ്റെ അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ റെമ്യൂണറേഷനൊക്കെ അത് നമുക്ക് മാർക്കറ്റ് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് പറയാം. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ബ്രേക്ക് ഡൗണിലേക്ക് വരുമ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിരിക്കാൻ സാധ്യത എന്ന് പറയുന്നത് ഒരു 6 കോടിയാണ്. അതിൽ സുരാജേട്ടൻ്റെ റെമ്യൂണറേഷൻ വരുന്നത് 1,20,00,000 ആ റേഞ്ചിൽ വരും. ഷറഫുദ്ദീൻ ഒരു 60 ലക്ഷം മേടിച്ചിട്ടുണ്ടാവും. അതേപോലെ നിരഞ്ജന അനൂപ്, പൂജ മാധവൻ തുടങ്ങിയവർ ഒരു 10 മുതൽ 20 ലക്ഷം വരെ മേടിച്ചിട്ടുണ്ടാവും. ഡയറക്ടർ മനുവിന് ഒരു 30 ലക്ഷം, പിന്നെ മ്യൂസിക് ഡയറക്ടർ 25 ലക്ഷം, റൈറ്റേഴ്സിന് ഒരു 10 മുതൽ 12 ലക്ഷം, സിനിമോട്ടോഗ്രാഫർ ഒരു 18 ലക്ഷം, എഡിറ്ററിന് ഒരു 12 ലക്ഷം, ലൊക്കേഷൻ സെറ്റ്സ് ആൻഡ് കോസ്റ്റ്യൂംസിന് വേണ്ടിയിട്ട് 1,20,00,000 അടുത്ത് അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒരു 60 ലക്ഷം ഉണ്ടാവും. പോസ്റ്റ് പ്രൊഡക്ഷൻ, എഡിറ്റിംഗ്, സൗണ്ട്, VFX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി മുതൽ 1,50,00,000 വരെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്താ പറയുക, ടോട്ടൽ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ കോസ്റ്റ് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യണം. ടോട്ടൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1,20 മുതൽ 1,50,00,000 വരെ വരും. ട്രെയിലേഴ്സ് അതിൻ്റെ സ്പ്ലിറ്റപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിലേഴ്സ് ആൻഡ് ടീസേഴ്സിന് വേണ്ടിയിട്ട് ഒരു 25 ലക്ഷത്തിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. അതേപോലെ പോസ്റ്റേഴ്സ് ആൻഡ് പ്രിൻറ്റ്സ് അധികം ഇല്ല, എന്നാലും നമുക്ക് ഒരു 8 മുതൽ 10 ലക്ഷം എന്നുള്ള രീതിയിൽ കണക്കെടുക്കാം. പ്രസ് മീറ്റ്സ് ആൻഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ലക്ഷം വന്നിട്ടുണ്ടാവും. ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഡെഫിനറ്റ്ലി ഒരു 50 ലക്ഷം അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. PR ആൻഡ് മിസ്ലേനിയസ് കൂടിയിട്ട് അവർക്കൊരു 45 ലാക്സിൻ്റെ അടുത്ത് വന്നു കാണും. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിക്കൽ റിലീസായിരുന്നു 8th മെയ്ക്ക് ആയിരുന്നു. സ്ക്രീൻസ് ഇന്ത്യയിലും വിദേശത്തും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഒരു 300 മുതൽ 350 സ്ക്രീൻസ് വരെ ഉണ്ടാവാനുള്ള സാധ്യതകളാണ് പറഞ്ഞത്. ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞത് KRG സ്റ്റുഡിയോസ് ഇന്ത്യ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഗ്രോസ് 16,63,00,000 അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഓവർസീസ് ഗ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2,30,00,000 എന്നാണ് കണക്കുകൾ പറയപ്പെടുന്നത്. അപ്പോൾ വേൾഡ് വൈഡ് ഗ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18,66,00,000 അടുത്താണ് വന്നിട്ടുള്ളത്. അതിൽ ഇന്ത്യയിലെ GST കഴിച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ GST അവർക്കൊരു 14 കോടിയുണ്ട്. അതിലൊരു തിയേറ്റർ ഷെയർ പോകുന്നത് ഒരു 7,65,00,000 തിയേറ്റർ ഷെയർ പോകും. അതിൽ ടാക്സ് ഡിഡക്ഷൻസ് പിന്നെ വരുന്നത് 2,63,00,000 അടുത്ത് വരും. പിന്നെ അതിനകത്തൊരു ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ ഉണ്ട്. അതെങ്ങനെയാണെന്ന് അറിയില്ല. അതുണ്ടെങ്കിൽ അവർക്കൊരു 3,50,00,000 ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ പിന്നെ ഒ ടി ടി റൈറ്റ്സ് സോണി ലിവിലാണ് പടം വന്നിട്ടുള്ളത്. അപ്പോൾ സോണി ലിവിൽ പടം വന്നപ്പോൾ സോണി ലിവ് ഒരു 4 കോടിക്കാണ് പടം എടുത്തതെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഉണ്ട്. ഏഷ്യാനെറ്റ് 1 കോടി, മിനിമം ഓഫ് 1 കോടിക്കാണ് പടം പോയിട്ടുള്ളത്. അപ്പോൾ ഓഡിയോ മ്യൂസിക് സരിഗമയാണ് മിനിമം ഓഫ് 30 to 50 lakhs അവർ കിട്ടിക്കാണും. അപ്പോൾ ഓവറോൾ റവന്യൂ സമ്മറി നമുക്ക് നോക്കാം. ഓവറോൾ റവന്യൂ സമ്മറി എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇൻകം ഓൾ സ്ട്രീംസ് 24,96,00,000 അടുത്താണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ എക്സ്പെൻസസ് ഓൾ ഇൻക്ലൂസീവ് 11
1,63,00,000 ടോട്ടൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോഫിറ്റ് അറൗണ്ട് 12 മുതൽ 13 കോടി വരെ അവർക്കൊരു പ്രോഫിറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിജയ് ബാബു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ശരിയാണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തും, നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഓൾ ഫിനാൻഷ്യൽ ഫിഗേഴ്സ് ആർ ബേസ്ഡ് ഓൺ ഇൻഡസ്ട്രി എസ്റ്റിമേറ്റ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, മലയാളം ഫിലിം ബിസിനസ് പ്രാക്ടീസസ്. ഇതിൻ്റെ റെഫറൻസിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ പറയൂ. ഓക്കെ, ബൈ ബൈ.